ഗാസയിൽ ഓരോ രാത്രിയും 30 മുതൽ 40 പേരെ വരെ കൊന്നു കളയണം. ഇത് ഏതെങ്കിലും ഒരു അനോണിമസ് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വന്ന വാക്കുകളോ പോസ്റ്റോ അല്ല. ഇത് ഇസ്രായേലിന്റെ നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്റർ ഇറ്റമർ ബെൻഗ്വിർ, പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ കോവാലിഷനിലെ ഏറ്റവും ശക്തനായ തീവ്ര വലതുപക്ഷ നേതാക്കളിൽ ഒരാൾ പബ്ലിക് ആയിട്ട് പറഞ്ഞ വാക്കുകളാണ്. അതിലും ഞെട്ടിക്കുന്ന കാര്യം, ഈ പറഞ്ഞ 30 മുതൽ 40 പേർ ഈ മനുഷ്യർ ഒരു ഭീഷണിയാണോ അല്ലയോ എന്നതൊന്നും നോക്കേണ്ടതില്ല എന്ന നിലപാടും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ടാർഗറ്റഡ് മിലിറ്ററി ആക്ഷൻ എന്ന വാദത്തിൽ നിന്ന് മാറി ഒരു കില്ലിംഗ് ടാർഗറ്റ് പോലെയുള്ള ആശയമാണ് ഒരു സിറ്റിംഗ് ഇസ്രായേലി മിനിസ്റ്റർ പബ്ലിക് ആയിട്ട് പറയുന്നത്. എന്നിട്ടും ഇവിടെയും കഥ തീരുന്നില്ല. അതേ ഇന്റർവ്യൂവിൽ ഗാസയിൽ നിന്ന് പലസ്തീനികളുടെ മാസ് എമിഗ്രേഷൻ പ്രോത്സാഹിപ്പിക്കണമെന്നും ഗാസ മുഴുവൻ ഇസ്രായേലി സെറ്റിൽമെന്റിനായിട്ട് തുറന്നു നൽകണമെന്നുമുള്ള നിലപാട് ബെൻഗ്വിർ ആവർത്തിച്ചു. വലിയ വിരോധാഭാസം ഇനിയാണ്. ഇതിനിടയിലാണ് അമേരിക്ക ഗാസ പീസ് പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതിനായിട്ട് ഹമാസ് നേതാക്കളുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നുണ്ട്. ജെറഡ് കുഷ്ണർ കെയ്റോയിൽ ഹമാസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ഹമാസ് പ്ലാനിന്റെ അടിസ്ഥാന ആശയങ്ങളിൽ മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന സൂചന നൽകുന്നുണ്ട്. പക്ഷേ നെതന്യാഹു ഇപ്പോഴും ഹമാസ് പൂർണ്ണമായി ഡിസാം ചെയ്യുന്നതിന് മുമ്പ് ഇസ്രായേലി വിഡ്രോവൽ ഉണ്ടാകരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വശത്ത് പീസ് പ്ലാൻ, മറുവശത്ത് സീസ് ഫയർ പുഷ്. അതേസമയം ഇസ്രായേലി ഗവൺമെന്റിലെ ഒരു പ്രധാന മന്ത്രി പറയുന്നത് ഓരോ രാത്രിയും 30 മുതൽ 40 പേരെ വരെ കൊല്ലണം. ഇത് ശരിക്കും ഒരു കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെന്റ് ആണോ? എന്താണ് ബെൻഗ്വിർ യഥാർത്ഥത്തിൽ പറഞ്ഞത്? ഇസ്രായേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര നിയമവേദികളിലും ഈ പ്രസ്താവന ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം എന്താണ്? വിശദമായിട്ട് പരിശോധിക്കാം. അന്താരാഷ്ട്ര സമൂഹത്തെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേലിൽ നിന്ന് വീണ്ടും അതിരൂക്ഷമായ ഒരു പ്രകോപനപരമായ പ്രസ്താവന വന്നിരിക്കുകയാണ്. സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ, മുൻപ് ഗാസയിൽ ബന്ദിയാക്കപ്പെടുകയും പിന്നീട് മോചിതനാവുകയും ചെയ്ത റോം ബ്രാസ്ലാവ്സ്കി നടത്തുന്ന ഒക്ടോബർ 8 എന്ന പോഡ്കാസ്റ്റിലാണ് ഈ വിദ്വേഷ പ്രസംഗം ഉയർന്നു വന്നത്. ഗസയ്ക്ക് മേലുള്ള വ്യോമാക്രമണങ്ങളുടെ അളവ് ഇസ്രായേൽ സൈന്യം കുറച്ചതിനെ ശക്തമായിട്ട് വിമർശിച്ചുകൊണ്ട് ബെൻഗ്വിർ പറഞ്ഞ വാക്കുകളാണ് ഇവ. താൻ പ്രധാനമന്ത്രി നെതന്യാഹുവുമായി വിയോജിപ്പിലാണ്. ഗാസയിൽ ഉടൻ ഭീഷണി ഉയർത്തുന്നവരെ മാത്രമല്ല, അല്ലാത്തവരെയും എല്ലാവരെയും ലക്ഷ്യമിട്ട് ടാർഗറ്റഡ് ആക്രമണങ്ങൾ നടത്തണം. ദിവസവും രാത്രികളിൽ 30 മുതൽ 40 പേര് വരെ ആളുകളെ വധിക്കണം. അവർ ജീവിക്കാൻ യോഗ്യരല്ല എന്നും അവർ മനുഷ്യരല്ല എന്നും ബെൻഗ്വിർ പരസ്യമായിട്ട് അധിക്ഷേപിച്ചു. ഇതിനു പുറമെ പലസ്തീൻ തടവുകാരെ തൂക്കിലേറ്റാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും അവർക്ക് നൽകുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറച്ചതിൽ താൻ സന്തോഷിക്കുന്നു എന്നും ബെൻഗ്വിർ പറയുന്നുണ്ട്. ബെൻഗ്വിറിന്റെ പ്രസ്താവന കൊലപാതക ആഹ്വാനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഗാസയുടെ ഭാവിയെക്കുറിച്ചുള്ള ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷത്തിന്റെ തന്ത്രങ്ങളും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാസ് എമിഗ്രേഷൻ ആണ് ഒന്ന്. ഗാസയിലെ പലസ്തീനികളെ മുഴുവൻ അവിടെ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് നിർബന്ധിതമായി നാട് കടത്തണമെന്നും ഗാസയെ പൂർണ്ണമായിട്ട് ഇസ്രായേൽ ഭൂപ്രദേശമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. 2, തീവ്ര കുടിയേറ്റം. 2005 ഇസ്രായേൽ ഒഴിപ്പിച്ച് ഗുഷ് കാത്തിഫ് സെറ്റിൽമെന്റുകൾ പുനഃസ്ഥാപിക്കുക മാത്രമല്ല, ഗാസയിലുടനീളം പുതിയ ഇസ്രായേലി കോളനികൾ കെട്ടിപ്പടുക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അന്താരാഷ്ട്ര നിയമ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരം പ്രസ്താവനകൾ കൃത്യമായി വംശീയ നിർമ്മാർജ്ജനം അല്ലെങ്കിൽ അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽ വരുന്ന ഒന്നാണ് എന്നാണ്. എന്തുകൊണ്ടാണ് ബെൻഗ്വിർ ഇപ്പോൾ ഇത്തരം ഒരു പരാമർശം നടത്തിയത്? ഇതിന് 2 പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്ന്, ആഭ്യന്തര രാഷ്ട്രീയം എന്ന് പറയാം. ഇസ്രായേലിൽ 2026 ഒക്ടോബർ 27 തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അതിതീവ്ര വലതുപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ ബെൻഗ്വിർ നടത്തുന്ന ശ്രമമാണിത്. സൈന്യത്തിന്മേൽ നേരിട്ട് ബെൻഗ്വിറിന് അധികാരമില്ല എങ്കിലും പോലീസും ജയിൽ സംവിധാനങ്ങളും അദ്ദേഹത്തിന്റെ കീഴിലാണ്. 2, US-ന്റെ ട്രംപ് ഭരണകൂടവുമായിട്ടുള്ള ഭിന്നത ആണ്. അതായത് ഗാസയിൽ താൽക്കാലിക വെടിനിർത്തലിനും സമാധാന കരാറിനുമായി ട്രംപ് ഭരണകൂടം നൽകുന്ന സമ്മർദ്ദത്തെ തുടർന്ന് ആക്രമണങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ ഇസ്രായേൽ മിലിറ്ററി ചീഫ് തീരുമാനിച്ചിരുന്നു. ഇതിനെതിരെയുള്ള തീവ്ര വലതുപക്ഷത്തിന്റെ പരസ്യ പ്രതിഷേധമാണ് ഈ ഒരു പ്രസ്താവന. അതേസമയം ഹേഗിലെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഇസ്രായേലിനെതിരെ നടക്കുന്ന ജനോസൈഡ് വംശഹത്യാ കേസ് ബെൻഗ്വിറിന്റെ ഈ പുതിയ വാക്കുകൾ ഇസ്രായേലിന് വൻ തിരിച്ചടിയാകും. മുൻപ് ഇസ്രായേലി നേതാക്കൾ നടത്തിയ പ്രസ്താവനകൾ വംശഹത്യാപരമായ ഉദ്ദേശത്തിന് തെളിവായി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അപ്പോൾ ഒരു വശത്ത് ലോകശക്തികൾ സമാധാന ശ്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴാണ് ഭരണകൂടത്തിനുള്ളിൽ തന്നെ നിന്ന് മനുഷ്യത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഇത്തരം കൊലവിളികൾ ഉയരുന്നത്. അവർ മനുഷ്യരല്ല എന്ന രീതിയിലുള്ള മനുഷ്യത്വരഹിതമായ ഭാഷ പ്രയോഗിക്കുന്നത് ഒരു ആഗോള ജനാധിപത്യ രാജ്യത്തിന് ചേർന്നതല്ലെന്നാണ് അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുന്നത്. ബെൻഗ്വിറിന്റെ ഈ വാദങ്ങൾ ഇസ്രായേൽ സർക്കാരിനെ ആഗോളതലത്തിൽ കൂടുതൽ ഒറ്റപ്പെടുത്തുമോ എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. നമ്മൾ ഓർക്കേണ്ടത് ഒരു കാര്യം മാത്രമാണ്. ഗാസ എന്നത് മാപ്പിൽ കാണുന്ന ചെറിയൊരു പ്രദേശമല്ല. അവിടെ ഓരോ ദിവസവും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ശ്രമിക്കുന്ന മനുഷ്യരുണ്ട്. ഒരു കുഞ്ഞിന്റെ ശബ്ദം, ഒരു അമ്മയുടെ പേടി, ഒരു അച്ഛന്റെ പ്രതീക്ഷ, നാളെ വീണ്ടും സ്കൂളിൽ പോകാമെന്ന ഒരു കുട്ടിയുടെ ചെറിയ സ്വപ്നം.
രാഷ്ട്രീയ നേതാക്കൾക്ക് ഇത് വെറും അക്കങ്ങളാകാം, 30 പേർ, 40 പേർ, 100 പേർ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഒരു കുടുംബത്തിന് അതൊരു മനുഷ്യന്റെ നഷ്ടമാണ്. ഒരു വീട്ടിലെ അച്ഛൻ ഇല്ലാതാകുന്നത്, അല്ലെങ്കിൽ ഒരു അമ്മയുടെ മകൻ തിരിച്ചു വരാത്തത്, ഒരു കുട്ടിക്ക് ഇനി ഒരിക്കലും അച്ഛനെ വിളിക്കാൻ കഴിയാത്തത്, ഇതൊക്കെയാണ്. അതുകൊണ്ട് ഗാസയിലെ യഥാർത്ഥ വിജയം ആരാണ് കൂടുതൽ ആക്രമണം നടത്തിയത് എന്നതിലല്ല, മറിച്ച് ഒരിക്കലെങ്കിലും ഒരു കുഞ്ഞിന് പേടിയില്ലാതെ ഉറങ്ങാൻ കഴിയുന്ന ഒരു രാത്രി ഉണ്ടാകുമോ എന്നതിലാണ്. സമാധാനം എന്ന വാക്ക് രാഷ്ട്രീയ നേതാക്കളുടെ നെഗോസിയേഷൻ ടേബിൾ മാത്രം ഉണ്ടാകേണ്ടതല്ല. സമാധാനം അത് ഗാസയിലെ ഓരോ സാധാരണ മനുഷ്യന്റെ ജീവിതത്തിലും എത്തണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.